Integration by partial fractions in the continuation. കുറച്ചും കൂടെ പ്രോബ്ലംസ് അതിൽ ഡിസ്കസ് ചെയ്യണം. ആദ്യത്തേത് integral of x square by x square plus 1 into x square plus 4 dx. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ രണ്ട് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ രണ്ടിനെയും ലീനിയർ ആക്കാൻ പറ്റാത്ത രീതിയിലാണ് അതുള്ളത്. രണ്ട് ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ് ആണ്. മാത്രമല്ല ന്യൂമറേറ്ററിലും എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് കാണാം ഈ എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് എക്സ് ആയിരുന്നുവെങ്കിൽ എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 4 ആയിരുന്നുവെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് അല്ലേ. അപ്പൊ അത് നോക്കിക്കൊണ്ട് ലെറ്റ് us take x square equal to t. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നില്ല. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കി മാറ്റാൻ വേണ്ടി മാത്രമേ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4നെ എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം നമുക്ക്? ടി ബൈ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 4 എന്ന് എഴുതാം. ഇനി ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻസ് നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ടി ബൈ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 4 ഈക്വൽ ടു എങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്? രണ്ട് ലീനിയർ ഫാക്ടേഴ്സിന്റെ പാറ്റേൺ ആണ്. സോ എ ബൈ ടി പ്ലസ് 1 പ്ലസ് ബി ബൈ ടി പ്ലസ് 4 എന്ന് അസ്യൂം ചെയ്യും. Now this implies ഇതിന്റെ ന്യൂമറേറ്റേഴ്സ് ഈക്വേറ്റ് ചെയ്താൽ ടി is equal to a into t plus 4 plus b into t plus 1. From this you have to find the values of a and b. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ടിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ടിക്ക് രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ ഓരോന്നായിട്ട് കൊടുക്കുകയാണ്. ആദ്യം ടി ഈക്വൽ ടു -4 കൊടുക്കുന്നു. ഇത് നോക്കിയിട്ടാണ് ടി ഈക്വൽ ടു -4 നമ്മൾ കൊടുത്തത്. ടി ഈക്വൽ ടു -4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ കിട്ടുക? -4 is equal to ഈ ടേം 0 ആവും b ഇൻറ്റു -4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -4 is equal to എന്താ കിട്ടുക? -3b എന്ന് കിട്ടും. അതിൽ നിന്നും b is equal to 4/3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഏതാ വേണ്ടത്? എ വേണം. എ വേണമെങ്കിൽ ഈ ടേം ക്യാൻസൽ ആവണം. അപ്പൊ ടിക്ക് എന്താ കൊടുക്കേണ്ടത്? ടി is equal to -1 കൊടുക്കുക. So when t equal to -1 this equation becomes -1 is equal to എന്താ കിട്ടുക? a into -1 plus 4 ഈ ടേം 0 ആവും. ഇതിൽ നിന്നും -1 is equal to 3a എന്ന് കിട്ടും. -1 plus 4 അതിൽ നിന്നും a is equal to -1/3 എന്ന് കിട്ടി. ഇനി നോക്കുക, ഈ എയുടെയും ബിയുടെയും വാല്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പ്രഷന്റെ അതായത് a ബൈ ടി പ്ലസ് 1 പ്ലസ് ബി ബൈ ടി പ്ലസ് 4 എന്നുള്ള എക്സ്പ്രഷനെ മാറ്റാം. ഇനി അതിന് പകരം ടിക്ക് പകരം എക്സ് സ്ക്വയറും കൂടെ തിരിച്ചു കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? therefore x square by x plus 1 into x square plus 4 x square by x square plus 1 into x square plus 4 is equal to ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ. എക്ക് പകരം എയുടെ വാല്യൂ -1/3 ബൈ ടിക്ക് പകരം ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ തിരിച്ചു കൊടുക്കുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി ബൈ ബിയുടെ വാല്യൂ 4/3 ബൈ ടിയുടെ വാല്യൂ എക്സ് സ്ക്വയർ തിരിച്ചു കൊടുക്കുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 4. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കി മാറ്റാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത്. ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ തിരികെ ഇവിടെ എക്സിലേക്ക് തന്നെ അതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നൗ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്റഗ്രേഷനിലേക്ക് തിരിച്ചു പോവാം. അപ്പൊ എന്താ കിട്ടാൻ നോക്കാം. Therefore, integral of x square by x square plus 1 into x square plus 4 dx equal to integral of അതിന് പകരമുള്ള അതിന്റെ പുതിയ എക്സ്പ്രഷൻ -1/3 by x square plus 1 dx plus integral of 4/3 by x square plus 4 dx. ഈ രണ്ട് ടേമിനെ രണ്ട് ഇന്റഗ്രൽ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നുള്ളൂ. ഇനി ഓരോന്നിന്റെയും വാല്യൂസ് നോക്കാം.
ഇതിൽ നിന്നും -1/3 പുറത്തെടുക്കാം. ബാക്കിയുള്ളത് 1/x² + 1 or 1/x² + a², അല്ലെങ്കിൽ 1/1 + x². 1/1 + x² നമ്മൾ കാണാതെ പഠിക്കുന്നതാണ്. The result is tan inverse x. പ്ലസ് ഇതിൽ നിന്നും 4/3 പുറത്തെടുക്കാം. ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓഫ് 1/x² + a² എന്നുള്ള ഫോം. a² സ്ഥാനത്ത് 2² ആണ്. 4 ആവുമ്പോൾ a² = 2². So the result is 1/a tan inverse x/a. അപ്പോൾ 1/a യുടെ വാല്യൂ എത്രയാ? 2 ആണ്. 4a². So a is equal to 2. Tan inverse x/a. a യുടെ വാല്യൂ 2 plus the constant of integration. ഇതിലാകെ നമുക്ക് ചെയ്യാവുന്നത് അവിടെ ഒരു 2 ക്യാൻസൽ ചെയ്യാനുണ്ട്. So the answer is -1/3 tan inverse x plus 2/3 tan inverse x/2 plus c. ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കി മാറ്റാൻ വേണ്ടി മാത്രം x² = t എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചു. പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ x² അല്ലെങ്കിൽ ടിയുടെ വാല്യൂ x² എന്നുള്ളത് തിരിച്ചു കൊടുത്തു, എയുടെ ബിയുടെ വാല്യൂവും കൊടുത്തു. ഇനി ഇന്റഗ്രേഷൻ പ്രൊസീഡ് ചെയ്യുന്നത് നമ്മൾ ഏതിലാണ്? എക്സിൽ തന്നെയാണ്, ടിയിലല്ല. ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അടുത്ത ചോദ്യം, ഇന്റഗ്രൽ ഓഫ് 2x/x² + 1 × x² + 3 dx. ഇവിടെയും നേരത്തെ ചോദ്യത്തിൽ കണ്ട പോലെ ഡിനോമിനേറ്ററിൽ 2 ഫാക്ടേഴ്സ് ഉണ്ട്, രണ്ടും ക്വാഡ്രാറ്റിക് ആണ്. ഇതിനെ ഫർദർ ലീനിയർ ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ പറ്റില്ല. നേരത്തെ അതുപോലെ തന്നെയുണ്ട്. പക്ഷെ നേരത്തെ ന്യൂമറേറ്ററിലും x² ആയിരുന്നു. ഇവിടെ ന്യൂമറേറ്ററിൽ എന്താണുള്ളത്? 2x ആണ്. ക്ലിയർലി നമുക്കറിയാം x² + 1 അല്ലെങ്കിൽ x² + 3. x² ഡെറിവേറ്റീവ് ആണ് 2x. സോ ഹിയർ ഓൾസോ വി ആർ ടേക്കിംഗ് x² = t. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? 2x dx = dt. ഇവിടെ നമ്മൾ ഇന്റഗ്രലിനെയും ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഇന്റഗ്രൽ ചെയ്തത് ടിനെ ബേസ് ചെയ്തിട്ടല്ല, എക്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചത് അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ടിയിലേക്ക് മാറ്റാനാണ് പോകുന്നത്. സോ ഈ ഇന്റഗ്രൽ എങ്ങനെ മാറും നോക്കാം. 2x dx പകരം dt ഡിവൈഡഡ് ബൈ ഇവിടെ എന്താവും? t + 1 × t + 3 എന്നായിട്ട് മാറും. So let this be equation 1. ഇനി നമുക്ക് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. So what is our integrand? 1/t + 1 × t + 3. ഇതാണ് ഇപ്പോൾ പുതിയ ഫോം ഇന്റഗ്രലിന്റെ. So let this integrand is equal to a/t + 1 plus b/t + 3, which implies ന്യൂമറേറ്ററിനെ ഇക്വേറ്റ് ചെയ്താൽ 1 is equal to ഈ സൈഡിൽ 1, ഈ സൈഡിൽ എന്തൊക്കെയാണ് കിട്ടുക? a × t + 3 plus b × t + 1 കിട്ടി. ഇനി നമുക്ക് പ്രോപ്പർ വാല്യൂസ് കൊടുത്തുകൊണ്ട് എയുടെയും ബിയുടെയും വാല്യൂസ് കാണാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? t is equal to ഇവിടെ നമുക്ക് -3 കൊടുക്കാം. t is equal to -3. So what happens to the equation? 1 is equal to b × -3 + 1, which implies 1 is equal to -2b. അപ്പോൾ b എന്താന്ന് കിട്ടി? b എത്രയാണ്? -1/2. ഇനി അടുത്ത നമുക്ക് കൊടുക്കാവുന്നത് t = -1. So t = -1 implies 1 is equal to a × -1 + 3. ഈ ടേം ക്യാൻസൽ ആവും. ഇതിൽ നിന്നും 1 is equal to 2a എന്ന് കിട്ടും, or a is equal to 1/2. So we got the values of a and b. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇക്വേഷൻ 1ലേക്ക് വരണം. അതിന്റെ കൂടെ ഈ ഇന്റഗ്രലിന്റെ പുതിയ പാറ്റേൺ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം എന്താ കിട്ടുകയെന്ന്. Therefore integral of അല്ലെങ്കിൽ equation 1 implies integral of 2x/x² + 1 × x² + 3 dx equal to ഇതാണ് അതിന്റെ റൈറ്റ് സൈഡ്. ഇവിടുത്തെ ഇന്റഗ്രലിന് പകരം അതിന്റെ പുതിയ പാറ്റേൺ കൊടുക്കാൻ പോവാണ്.
അപ്പോൾ എന്തൊക്കെ കിട്ടും? ഇന്റഗ്രൽ ഓഫ് a by what is a 1/2 by t plus 1 plus b by -1/2 by t plus 3 ഇതിനൊന്നിച്ച് dt. ഇവിടെ ഇന്റഗ്രേഷൻ ബേസ്ഡ് ഓൺ t ആണ്, അതുകൊണ്ട് ഇവിടെ നമ്മൾ t ഇട്ടു. 1/t plus 1 into t plus 3 പകരം അതിന്റെ പുതിയ ഫോമും കൊടുത്തു. ഇനി നമുക്ക് ആൻസർ എഴുതാം. 1/2 പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഓഫ് 1/t plus 1 dt ഈസ് log mod t plus 1. അടുത്ത ടേം -1/2 പുറത്തെടുത്തു. ബാക്കിയുള്ളതിന്റെ ഇന്റഗ്രൽ log mod t plus 3. ഇന്റഗ്രേഷൻ തീർന്നു, അതുകൊണ്ട് പ്ലസ്. ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത്? ഈ രണ്ട് ടേമിലും 1/2 ഉണ്ടല്ലോ. സോ ടേക്കിംഗ് 1/2 ഔട്ട്സൈഡ് നമുക്ക് എന്താ കിട്ടുക? log mod t plus 1 minus log mod t plus 3. So we can write it as log modulus of t plus 1 by t plus 3 plus എന്ന് എഴുതാം. യൂസിങ് ദ റൂൾ ഓഫ് ലോഗരിതം. log a minus log b എന്നുള്ളതിനെ log a by b എന്നുള്ള ഫോമിലാക്കി മാറ്റി. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ടീനെ അതിന് വാല്യൂയിലേക്ക് റീപ്ലേസ് ചെയ്യുക, എക്സിലേക്ക് റീപ്ലേസ് ചെയ്യുക. സോ ദ ആൻസർ ഈസ് 1/2 log modulus of t പകരം x square. അപ്പോൾ x square plus 1 divided by x square plus 3 plus c. ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ x square equal to 2 ഉപയോഗിച്ചത് പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കി മാറ്റാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ 2x എന്നുള്ള ടേം ആണ് ന്യൂമറേറ്ററിലുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇന്റഗ്രേഷനും ബേസ്ഡ് ഓൺ ടി തന്നെയാണ്. അവസാനം ടിയുടെ ഫോമിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ടി ബേസ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ലാസ്റ്റ് ആൻസറിൽ മാത്രമേ ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ തിരിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്റഗ്രൽ ഓഫ് 3 sin 5 minus 2 into cos 5 by 5 minus cos square 5 minus 4 sin 5 d5. ഇത് നമ്മൾ ഇതുവരെ ചെയ്ത രീതിയിലുള്ള ഒരു ചോദ്യമല്ല. ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് ആവശ്യമായിട്ട് വരികയാണ്. അപ്പം ആദ്യം തന്നെ ഇതിന് മുന്നേ നമ്മൾ എക്സ് വരുന്ന ടേമിലാണ് ഇതുവരെ നമ്മുടെ ഇന്റഗ്രന്റ് ഉണ്ടായിരുന്നത്. ആ ഒരു പാറ്റേണിലേക്ക് ഇതിനെ മാറ്റണം. ഈ cos 5 sin 5 എന്നുള്ളതൊക്കെ കളഞ്ഞ് ഇതിനെ മുന്നേ ചെയ്തൊരു പാറ്റേണിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ cos 5 d5, cos 5 ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഏതിന്റെ ഡെറിവേറ്റീവിലാണ് cos 5 വരിക? sin 5ക്ക് t കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവിൽ cos 5 വരും. സോ ഹിയർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് t ഈക്വൽ ടു sin 5. ഈ cos 5 ഒറ്റയ്ക്ക് നിൽക്കുന്നത് നോക്കിക്കൊണ്ടാണ് നമ്മൾ sin 5ക്ക് t എന്ന് കൊടുത്തത്. Now what is dt? dt ഈക്വൽ ടു cos 5 d5 അല്ലേ? ഈ സൈഡിൽ വേരിയബിൾ 5 ആണ്, ഈ സൈഡിൽ വേരിയബിൾ t ആണ്. സോ യൂസിങ് ദിസ് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി നോക്കാം. എന്താ കിട്ടുക? 3 ഇൻറ്റു sin 5ക്ക് t മൈനസ് 2 cos 5 d5 ഒന്നിച്ച് dt ഡിവൈഡഡ് ബൈ 5 മൈനസ്, ഇനി ഈ cos സ്ക്വയർ 5നെ എന്ത് ചെയ്യണം? നമുക്കറിയാം cos സ്ക്വയർ 5 is equal to 1 മൈനസ് sin സ്ക്വയർ 5. അപ്പൊ sin 5ക്ക് t ആണെങ്കിൽ cos സ്ക്വയർ 5നെ എങ്ങനെ എഴുതാം? 1 മൈനസ് t സ്ക്വയറിന് എഴുതാം. ഇതാണ് നമ്മളിവിടെ cos സ്ക്വയർ 5ക്ക് കൊടുക്കാൻ പോകുന്നത്. സോ cos സ്ക്വയർ 5യുടെ വാല്യൂ 1 മൈനസ് t സ്ക്വയർ എന്ന് കൊടുത്തു, മൈനസ് 4 sin 5. sin 5 is equal to t. ഇത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഓർഡർ ഒക്കെ ഒന്ന് ശരിയാക്കണം. ഇവിടെ നോക്ക്, ക്വാഡ്രാറ്റിക് വരുന്നുണ്ട്, പക്ഷേ അതൊരു ഓർഡറിലല്ല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ ഡിനോമിനേറ്ററിനെ ഒന്ന് ഓർഡറിലാക്കാം. സോ ദിസ് ഇന്റഗ്രൽ ഈസ് ഇന്റഗ്രൽ ഓഫ് 3t മൈനസ് 2 dt ഡിവൈഡഡ് ബൈ, ഞാൻ ആദ്യം ടി സ്ക്വയറിന്റെ ടേം എഴുതാണ്, മൈനസ് ഓഫ് മൈനസ് ടി സ്ക്വയർ ഈസ് പ്ലസ് ടി സ്ക്വയർ. ഇനി ടിയുടെ ടേം നോക്കാം, ഏതാത്? മൈനസ് 4t. ഇനിയുള്ളത് 5 മൈനസ് 1 ദാറ്റ് ഈസ് പ്ലസ് 4. ഇങ്ങനെയാണ് പുതിയ ഫോം അതിന്റെ കിട്ടുന്നത്. ഇത് നോക്കുക, ഇത് നമുക്ക് അറിയാവുന്ന എക്സ്പ്രഷൻ ആണ്, ടി സ്ക്വയർ മൈനസ് 4t പ്ലസ് 4. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3t മൈനസ് 2 dt divided by, this is the same as t minus 2 whole square. Now let this be equation 1. Denominator രണ്ട് same linear factors വന്നിട്ടുണ്ട്. So using partial fraction നമുക്ക് അതിനെ factors ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ് അസ്യൂം ചെയ്യുക? Let 3t minus 2 by
t minus 2 whole square equal to ഡിനോമിനേറ്ററിൽ രണ്ട് സെയിം ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ a by t minus 2 plus b by t minus 2 whole square. ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂമറേറ്ററിന്റെ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക? 3t minus 2 is equal to എയുടെ ഡിനോമിനേറ്ററിൽ ഒരു t minus 2 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടെ എയുടെ കൂടെ വരണം. സോ a into t minus 2 പ്ലസ് ബിയുടെ ഡിനോമിനേറ്ററിൽ t minus 2 ഹോൾ സ്ക്വയർ ഉണ്ട്. സോ ബി തനിച്ചേ അവിടെ വരുന്നുള്ളൂ. a into t minus 2 പ്ലസ് ബി. ഇനി നമുക്ക് എന്ത് വേണം? എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടണം. സോ ആദ്യം തന്നെ t ഈക്വൽ ടു 2 കൊടുക്കുകയാണ്. ഈ ടേം നോക്കിക്കൊണ്ടാണ് t ഈക്വൽ ടു 2 കൊടുക്കുന്നത്. അപ്പൊ എന്താ കിട്ടുക? 2 കൊടുത്താൽ 3 into 2 6, 6 minus 2 4. 4 is equal to ഈ ടേം ക്യാൻസൽ ആവും. 4 is equal to b എന്ന് കിട്ടും. ഡയറക്റ്റ് നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇതുപോലെ കൊടുത്തു നോക്കാൻ അവിടെ ലീനിയർ ഫാക്ടേഴ്സ് ഇല്ല. സോ ലെറ്റ് us equate the constants അല്ലെങ്കിൽ let us equate the coefficients of t. Equating the coefficients of t. എന്താ കിട്ടുക? ഈ സൈഡിൽ 3 is equal to ഈ സൈഡിൽ a. ബിയുടെ കൂടെ അങ്ങനത്തെ ടേം വരുന്നില്ല. സോ ഇതും നമുക്ക് ഡയറക്റ്റ് കിട്ടി. a is equal to 3. ഇനി എയുടെയും ബിയുടെയും വാല്യൂ കൊടുത്ത് നമ്മൾ ഇക്വേഷൻ 1ലേക്ക് വരണം. Therefore equation 1 implies integral of 3 sin 5 minus 2 cos 5 d5 divided by 5 minus cos square 5 minus 4 sin 5 is equal to അതിന്റെ റൈറ്റ് സൈഡിൽ റൈറ്റ് അറ്റത്ത് ഇക്വേഷൻ 1ന്റെ റൈറ്റ് സൈഡ് ഇതാണ്. ഇതിന് പകരം നമ്മൾ അതിന്റെ പുതിയ ഫോം ഇൻക്ലൂഡിംഗ് ദ വാല്യൂ ഓഫ് a and b കൊടുക്കാൻ പോവാണ്. So first integral of a എത്രയാണ്? 3 by t minus 2 dt with respect to t ആണ് ഇന്റഗ്രേഷൻ. പ്ലസ് അടുത്തത് integral of b by b യുടെ വാല്യൂ 4 by t minus 2 whole square dt. ഈ രണ്ട് ടേംസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താം. നമുക്ക് നോക്കാം എന്താ കിട്ടുക. ഒന്നാമത്തതില് 3 can be taken outside. So 3 into ബാക്കിയുള്ളത് 1 by t minus 2. The result is log mod t minus 2. With respect to t ആണ് ഇന്റഗ്രേഷൻ. പ്ലസ് 4 into 4നെ പുറത്തെടുത്തു. ബാക്കിയുള്ളത് t minus 2 whole square denominator. So this term is t minus 2 raised to minus 1. The integral of t minus 2 whole raised to minus 2. അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. എന്താ കിട്ടുക? t minus 2 raised to minus 1 divided by minus 1. എങ്ങനെ കിട്ടിയത്? minus 2 plus 1 ആണ് minus 1. സോ ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് ആയി. പ്ലസ് c കൊടുത്തു. ഇനി നമുക്ക് അതിനെ മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്യണം. അതുപോലെ ടിയുടെ എക്സ്പ്രഷൻ തിരിച്ചു കൊടുക്കും വേണം. സോ ദ ആൻസർ ഈസ് 3 log modulus of sin 5 minus 2 minus 1 ഡിനോമിനേറ്ററിലുണ്ട്, അതിനെ ഇങ്ങോട്ടാക്കാണ്. minus 4 into ഇതിനെ നമുക്ക് 1 by t minus 2 എന്ന് എഴുതാം. അതിന് ടിക്ക് പകരം sin 5 കൊടുത്താൽ 1 by sin 5 minus 2 plus c. This is the answer. Okay, അപ്പോൾ ഈ പ്രോബ്ലത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ തുടക്കത്തിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഫോമിലേക്ക് അത് മാറും. അതിനുശേഷം പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കുക, ബേസ്ഡ് ഓൺ ടി ഇന്റഗ്രേറ്റ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പിൽ ടീനെ മാറ്റി നമ്മൾ എന്താണോ ടിക്ക് കൊടുത്തിരുന്നത് അതിലേക്ക് തിരിച്ചു പോവുക. ആ ഫോമിൽ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.